പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട്, ഇൻഫാക്ട് എ ന്യൂ മന്ത്, ഈ പുതിയ മാസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പുതിയൊരു മാസത്തിലേക്ക് ഞാൻ നിങ്ങൾ പ്രവേശിക്കുന്നല്ലോ. അതിനായിട്ട് കർത്താവിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ മാസം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നടത്തി. ജൂലൈ വാസ് എ ബ്ലെസ്ഡ് മന്ത്, അല്ലേ? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ വചനത്തിൽ ഷീന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മുമ്പിലുള്ള ദിവസങ്ങൾ പിമ്പിലുള്ള ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായിരിക്കും. ദ റെസ്റ്റ് ഓഫ് യുവർ ഡേയ്സ് ആർ ഗോയിങ് ടു ബി ദ ബെസ്റ്റ് ഓഫ് യുവർ ഡേയ്സ്. ഞാൻ എപ്പോഴും ഈ പ്രോമിസ് ഞാനിങ്ങനെ പിടിക്കും. ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വാഗ്ദത്തമാണ്. എൻ്റെ ഓരോ ദിവസവും മുമ്പോട്ട് വരുമ്പം ഞാൻ കൂടുതൽ ബ്ലെസ്ഡ് ആവും, കൂടുതൽ അനുഗ്രഹിക്കപ്പെടും, കൂടുതൽ ബലം വരും, കൂടുതൽ ശക്തി വരും, കൂടുതൽ ആരോഗ്യം വരും, കൂടുതൽ നിറവ് വരും, കൂടുതൽ സന്തോഷമായിരിക്കും, കൂടുതൽ സമാധാനം. നിന്റെ സമാധാനം വലുതായിരിക്കുമെന്ന് ദൈവവചനം പറയും. അപ്പം എല്ലാ കാര്യത്തിലും യു ആർ ഗോയിങ് ടു ഇൻക്രീസ്. ഡേ ബൈ ഡേ യു ആർ ഗോയിങ് ടു ഇൻക്രീസ്. ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നു. ചിലരൊക്കെ പറയും പ്രായമാകുമ്പം വീക്കാവും. അത് ലോകപ്രകാരം അങ്ങനെയാണ്, അല്ലേ? നമ്മുടെ ഓൾഡ് ഏജ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആ യൗവനത്തിലെ ബലം കാണത്തില്ല. പക്ഷേ നമ്മുടെ ദൈവവചനത്തിലൊരു പ്രോമിസ് ഉണ്ട്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. യു വിൽ ബി യങ്ങർ ആൻഡ് യങ്ങർ ആൻഡ് യങ്ങർ. നമ്മളത് എങ്ങനെ അതിനെ റിസീവ് ചെയ്യുന്നു, അതിനെ റിസീവ് ചെയ്യാൻ തക്കവണ്ണം ഒരു ഹൃദയം നമ്മളിൽ ഉണ്ടെങ്കിൽ യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. സോ ലെറ്റ് us embrace this new month. ഈ ഓഗസ്റ്റ് മാസത്തെ നമുക്ക് വരവേൽക്കാം. ഈ ഓഗസ്റ്റ് മാസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാസമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മ കാണുന്ന മാസമായിരിക്കും ഓഗസ്റ്റ് മാസം. ഈ ഓഗസ്റ്റ് മാസം കർത്താവ് ചിലതൊക്കെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു റിസീവ് സംതിങ്. നമ്മൾ ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്യുമ്പം നമുക്ക് എന്ത് ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആരെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലോട്ട് ഒരു ഗിഫ്റ്റ് തരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അകത്ത്, എന്തായിരിക്കും ഈ മനോഹരമായ കവറിൽ റാപ്പ് ചെയ്തിരിക്കുന്നത്, എന്തായിരിക്കും? അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ഗിഫ്റ്റ് ഇതിൽ എന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്, അല്ലേ? പ്രൈസ്. അതുപോലെ ഈ മാസത്തിൽ നിങ്ങൾക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിക്കോ. നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ കർത്താവ് തരാനിരിക്കുകയാണ്. എനിക്ക് ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരു ദൂത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി സീ ഇറ്റ്. അങ്ങനെ ഈ മാസത്തെ വരവേൽക്കുമ്പം കർത്താവ് എന്തോ കയ്യിലോട്ട് തരാൻ പോകുന്ന ഒരു രീതിയിൽ അതിനെ കൈക്കൊണ്ടേ, അതിനെ ഒന്ന് സ്വീകരിക്കാൻ റെഡി. പ്രാരംഭത്തിൽ തന്നെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഷീന ഒന്ന് പ്രാർത്ഥിച്ചേ. സ്തോത്രം കർത്താവേ, ഈ പുതിയ മാസത്തിനായിട്ട് പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. കഴിഞ്ഞ മാസക്കാലം മുഴുവൻ ഞങ്ങളെ അത്ഭുതത്താലും അനുഗ്രഹത്താലും ശക്തിയാലും ബലത്താലും നിറച്ച് ഹല്ലേലൂയ ഓരോ ദിവസങ്ങളും അനുഗ്രഹമാക്കി തീർത്തു. ആരോഗ്യം തന്നു, ബലം തന്നു, സന്തോഷത്താലും സമാധാനത്താലും നിറച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടെ ആവശ്യങ്ങളിൽ കൂടെയിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിലും ഞങ്ങൾ ചിന്തിച്ചതിലും ബെസ്റ്റായിട്ട് കർത്താവ് ഞങ്ങളെ നടത്തി. നന്ദി പറയുന്നു കർത്താവെ. ഈ ഓഗസ്റ്റ് മാസത്തിന്റെ ഒന്നാം തീയതി ഞങ്ങളായിരിക്കുമ്പോൾ ഈ മാസക്കാലം ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റണമേ. കർത്താവ് കൂടെ ഇരിക്കണമേ. കർത്താവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവും ഞങ്ങളുടെ കൂടെ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ബലം നശിക്കുമ്പോൾ കർത്താവിന്റെ ബലത്തിൽ ആശ്രയിപ്പാൻ, കർത്താവിന്റെ ബലം ഞങ്ങളെ നടത്തുവാൻ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും മറുപടി കൊടുക്കണമേ. ഒരു അത്ഭുതത്തിന്റെ മാസമാക്കി തീർക്കണമേ. ചില പുതിയ കാര്യങ്ങൾ, ചില പുതിയ തുടക്കങ്ങൾ ഈ മാസങ്ങളിൽ കർത്താവെ നിന്റെ മക്കളുടെ ജീവിതത്തിൽ നടക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. എല്ലാവരും ഈ മാസത്തെ കർക്കിടക മാസമാ, ഈ മാസം അങ്ങനെ ഇങ്ങനാന്നൊക്കെ പലത് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം
ഏറ്റവും അത്ഭുതവും അനുഗ്രഹവും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന മാസവുമായി തീരട്ട് കർത്താവെ. കർത്താവ് ഉണ്ടാക്കിയ ഓരോ ദിവസവും അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാ, അത്ഭുതത്തിന്റെ ദിവസങ്ങളാ. കർത്താവിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന കൂട്ടു സഹോദരി സഹോദരന്മാരുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ, അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന വൻ വിടുതലുകൾ കാണുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾ അതിനായി കാത്തിരിക്കുന്ന കർത്താവേ. ചില അത്ഭുത സാക്ഷ്യങ്ങളൊക്കെ ഈ മാസം നടക്കട്ടെ. ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഇത് നടക്കത്തില്ല, ഇനി ഇങ്ങനെ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ചില അസാധ്യങ്ങളെ കർത്താവ് സാധ്യമാക്കാൻ പോവാ. നിങ്ങളുടെ കണ്ണുകളെ വിസ്മയിക്കുന്നത് പോലെ ചില ഹല്ലേലൂയ നിങ്ങൾ ചില പ്രാർത്ഥിച്ചിട്ടോ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത് ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ, നിങ്ങൾ ആ പ്രാർത്ഥന പോലും മറന്നു കാണും, പക്ഷെ ആ പ്രാർത്ഥിച്ചതുപോലെ അത് ഒരുങ്ങി വരുന്നത് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചിലതൊക്കെ ഒരുങ്ങി വരുന്നത് ഈ മാസം നിങ്ങൾ അത്ഭുതത്തോടെ അതിനെ നോക്കാൻ പോവുക, അതിശയത്തോടെ അതിനെ വരവേക്കാൻ പോവുക. പണി തീരാതെ കിടക്കുന്ന വീടുകളുടെ പണികൾ യേശുവിന്റെ നാമത്തിൽ വേഗത്തിൽ അത് തീരാൻ പോവുക. എങ്ങനെ നടക്കും ഈ മാസം എന്ന് വിചാരിച്ചിരിക്കുന്നത് അത്ഭുതകരമായി അതിനെ നടത്തി ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ചില ഹൗസ് വാമിംഗ് ഒക്കെ നടക്കാൻ പോവുക, അത്ഭുതങ്ങൾ നടക്കാൻ പോവുക, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. കൂടെ ഇരിക്കാമെന്ന് വാക്കു പറഞ്ഞവൻ ഹല്ലേലൂയ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ തലമുറകളെ നടത്താൻ പോവുക. ഹല്ലേലൂയ. അത്ഭുതകരമായി നടത്തുന്ന മാസമായി തീരുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ മാസത്തെ ഞങ്ങൾ വരവേൽക്കുകയാണ്. സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ എന്നെ അറിയിക്കുക അത്രേ വേണ്ടത്. ഈ മാസത്തെ അവിടുത്തെ കരങ്ങളിലോട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ മഹത്വം ഓരോരുത്തരുടെ മേലും ഇറങ്ങേണ്ടതിനായി, ഓരോ വീടുകളെയും അവിടുന്ന് സ്പർശിക്കേണ്ടതിനായി, കുടുംബജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ തലമുറകളുടെ നന്മകൾ കാണട്ടെ. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ തടസ്സപ്പെട്ട് കിടന്നത്, യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് എവരി യോക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പിശാചിന്റെ സകല പ്രവർത്തികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, സാത്താന്യ പ്രവർത്തികൾ അഴിയട്ടെ, വീടുകൾ വിടുവിക്കപ്പെടട്ടെ, സമാധാനമില്ലാത്ത ഭവനങ്ങളിൽ ദൈവികമായ സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ, കർത്താവിന്റെ വലിയ നിറവ് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ കുറിച്ചുള്ള വേദനകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലമുറകൾ ഏറ്റവും ബ്ലസ്ഡ് ആകട്ടെ. ക്രിസ്തുവിന്റെ നിറവ് ഓരോ വീടുകളിലും ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ I see mighty doors opening for them. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ചില അത്ഭുതകരമായ വാതിലുകൾ തുറക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. റമാൻ ഇത് പ്രാർത്ഥിച്ച് നമ്മൾ ഒന്നിച്ച് വി ആർ ഗോയിങ് ടു പ്രേ ടുഗദർ. നമ്മൾ ഒന്നിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന ഞാനിവിടെ ലീഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. യേശുവിന്റെ നാമം നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു പ്രോഗ്രാം കാണാൻ ഇരിക്കുന്ന പോലെ ഇരിക്കാതെ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഒരു പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ, ഒരു സ്തോത്രത്തിന്റെ ശബ്ദം ഉയരട്ടെ. ഗീവ് ഓൾ ഗ്ലോറി ടു ദ ലോർഡ്. എല്ലാ മഹത്വവും ആ കർത്താവിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയിൽ ജാഗരിച്ച് പോരാടി പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ചില അന്യഭാഷകളൊക്കെ ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ ശബ്ദങ്ങൾ ഉയരട്ടെ. യുദ്ധസമാനമായ അന്യഭാഷകൾ പറഞ്ഞ് ചിലതിനെയൊക്കെ പിടിച്ചെടുക്കുന്നത് പോലെ ചിലതൊക്കെ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് പിശാചേ നിന്നെ മോഷ്ടിച്ചോണ്ട് പോയത് 10 മടങ്ങായിട്ട് നിന്റെ മക്കളുടെ ജീവിതത്തിലോട്ട് മടങ്ങി വരട്ടെ. ദൈവമക്കൾ പോരാടി പ്രാർത്ഥിച്ച് എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടിയുണ്ട്. എല്ലാ പ്രാർത്ഥനയുടെ അറ്റത്തും കേൾക്കുന്ന ചെവിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വലിയ റിലീസ് ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം ഇറങ്ങട്ടെ. ഗ്ലോറി ഓരോരുത്തരെയും തൊടട്ടെ. ലെറ്റ് ദെർ ബി മൈറ്റി ഹീലിംഗ്സ്. അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടാകട്ടെ. അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ ശൂന്യതയും മാറട്ടെ. എല്ലാ നിരാശയും മാറട്ടെ. എല്ലാ ദുഃഖവും മാറട്ടെ. എല്ലാ ആകുലതകളും മാറട്ടെ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയത്തെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്.
ഭയം വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഐ സീ ഗോഡ് ഈസ് ബ്രിഡ്ജിങ് സംതിങ്. നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു പാലം പണിതു വരുന്നത് പോലെ ഗോഡ് ഈസ് ബ്രിഡ്ജിങ് സംതിങ് ഇൻ ടു യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലോട്ട് ചിലതൊക്കെ വരുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു ദർശനം പോലെ കാണുകയാണ്. ഒരു പാലം ഞാൻ കാണുന്നു. The Holy Spirit is telling me, ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി വരുന്നത് പോലെ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന വാക്ക് ഇതാണ്. ഐ എം ഗോയിങ് ടു ബ്രിഡ്ജ് സംതിങ് ഇൻ ടു യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലോട്ട് ചില വഴികൾ വരികയാണ്. ചില വിശാലതകൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരികയാണ്. രണ്ടറ്റവും മുട്ട ഒരു ബ്രിഡ്ജ് രണ്ടറ്റങ്ങളെ കണക്ട് ചെയ്യുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ റീമി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിനെ ഒരു ബ്രിഡ്ജാണ് കാണിക്കുന്നത്. രണ്ടറ്റവും മുട്ടിക്കുന്നത് പോലെ. എവിടെയാണോ കണക്ഷൻ നഷ്ടപ്പെട്ടിരുന്നത്, എവിടെയാണോ നിങ്ങൾ ഡിസ്കണക്ട് ആയിരുന്നത്, യേശുവിന്റെ നാമത്തിൽ ലോർഡ് ഇസ് കണക്ടിങ് ഇറ്റ്. യേശുവിന് ചിലതൊക്കെ കണക്ട് ചെയ്ത് വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. നിങ്ങൾ എത്താതിരുന്ന സ്ഥലത്ത് നിങ്ങൾ വേഗത്തിൽ എത്താൻ പോവുകയാണ്. ഓഗസ്റ്റ് മാസത്തിലെ ഒരു പ്രവചനം പോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എവിടെ റീച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ നിങ്ങൾ ആ തലത്തിൽ റീച്ച് ചെയ്യുന്ന ആ സ്ഥലത്ത് നിങ്ങൾ എത്തുന്ന മാസമായിരിക്കും ഓഗസ്റ്റ് മാസം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ചില വഴി, അങ്ങനെയുള്ള വഴികൾ തുറക്കുന്നത് ഞാൻ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിൽ നിന്ന് ചിലതൊക്കെ ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. താങ്ക് യു മൈ ഫാദർ. സൂപ്പർ നാച്ചുറൽ തുറക്കുന്നത് ഞാൻ കാണുകയാണ്. ഗോഡ് ഈസ് ഓപ്പണിംഗ് ഇറ്റ് ഫോർ യു. ചില വഴികൾ, ചില സൂപ്പർ നാച്ചുറൽ വേസ്, നിങ്ങൾ പോലും മനസ്സിൽ ചിന്തിച്ചിട്ടില്ലാത്ത ചില വഴികൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ പോരാടി പ്രാർത്ഥിച്ചേ. ചിലതൊക്കെ പിടിച്ചെടുക്കുന്നത് പോലെ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. അത് നിങ്ങൾ നാളുകളായി നിങ്ങൾ ചോദിച്ചത്, നാളുകളായി ഹൃദയത്തിൽ ആഗ്രഹിച്ചത് ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന് ചേരുകയാണ്. The Lord is releasing it. Thank you, my Father. I see mighty doors opening. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറഞ്ഞായിരിക്കുന്നു. ഒരു വലിയ അഭിഷേകത്തിന്റെ, വലിയ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മുടെ ഇടയിലുണ്ട്. എനിക്കറിയാം സംതിങ് മൈറ്റി ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ചിലരുടെയൊക്കെ ജീവിതത്തിൽ അസാധാരണമായ ചില വാതിലുകൾ തുറക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഞാൻ കണ്ട ഒരു ദർശനം ഒരു വലിയൊരു ബ്രിഡ്ജ് നീണ്ടു വരുന്നത് പോലെ. നമ്മൾ സാധാരണ ബ്രിഡ്ജസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ബ്രിഡ്ജ് നീണ്ടു വരുന്നത് പോലെ ഒരു പാലം എന്നെ കാണിക്കുകയാണ്. ഈ പാലം ഇങ്ങനെ നീണ്ടു വരികയാണ്. രണ്ടറ്റവും മുട്ടുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. രണ്ട് എൻഡും ഡിസ്കണക്ട് ആയി നിന്ന രണ്ട് എൻഡുകൾ. ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൽ അതുപോലെ ചില വഴികൾ, മുട്ടാതിരുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ വളരെ വർഷങ്ങളായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഓഗസ്റ്റ് മാസം യു ആർ ഗോയിങ് ടു സീ ഇറ്റ്. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, ദിസ് മന്ത് ഈസ് ഗോയിങ് ടു ബി ദ മന്ത് ഓഫ് ഫേവർ. ഫേവേഴ്സ് വെളിപ്പെടുന്ന മാസമായിരിക്കും ഓഗസ്റ്റ് മാസം. ഓഗസ്റ്റ് മാസത്തിൽ നോക്ക്, കർത്താവിന്റെ ഫേവർ, കർത്താവിന്റെ എന്നാ പറയുക, കരം. കർത്താവിന്റെ ഫേവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹാൻഡ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ കരമാണ്. കർത്താവിന്റെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമാണ്. ആ വാഗ്ദത്തങ്ങളൊക്കെ അതിന്റെ ഒരു പൂർത്തീകരണത്തിലൂടെ, ചിലതൊക്കെ ഷീന പ്രാർത്ഥിച്ചവൻ പറഞ്ഞു, ചില വീടുകളൊക്കെ പണി തീരാതെ, ചില പൂർത്തീകരണമില്ലാതെ പൊളിഞ്ഞു കിടക്കുന്ന ചില അവസ്ഥകൾ, ആ പൊളിഞ്ഞു കിടക്കുന്നത് മാറി അതിന്റെ പൂർത്തീകരണത്തിലേക്ക്, മനോഹരതയിലേക്ക്, ഏറ്റവും ബെസ്റ്റായിട്ട് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്നവൻ, അത് ഏറ്റവും ബെസ്റ്റായിട്ട് അതിന്റെ ഒരു ഫിനിഷിംഗിലോട്ട് നിങ്ങൾ ആഗ്രഹിച്ചല്ലോ വർഷങ്ങളായിട്ട്, അത് യു ആർ ഗോയിങ് ടു സീ ഇറ്റ്. അത് നോക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇനിയും സ്വപ്നങ്ങളല്ല. ആ സ്വപ്നങ്ങളുടെ കാലം, സ്വപ്നം കണ്ട ചില കാര്യങ്ങളില്ലേ, അത് ജീവിതത്തിൽ വന്നു ചേരുകയാണ്. ഈ ഓഗസ്റ്റ് മാസം നിങ്ങളുടെ സ്വപ്നം കണ്ട ചിലത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന് ചേരുന്ന മാസമാണ് ഈ ഓഗസ്റ്റ് മാസം. ഐ സീ മൈറ്റി ഡോർസ് ഓപ്പണിംഗ്.
ചില വാതിലുകൾ, അസാധാരണമായ ചില വാതിലുകൾ തുറക്കുന്നത് ഞാൻ ആത്മാവിൽ കാണും. ഞാൻ ആരോടോ ദൈവമക്കളോട് പറയാം, നിങ്ങൾക്ക് ഫേവർ വരികയാണ്. നിങ്ങൾ മനുഷ്യന്റെ ഫേവർ അല്ല, ചില മനുഷ്യരിലൂടെ ഫേവർ വരും കേട്ടോ. ദൈവത്തിന്റെ ഫേവർ മനുഷ്യരിലൂടെ വരും കേട്ടോ. ചില വ്യക്തികളെ ദൈവാത്മാവ് എന്നോട് പറയാണ്, ചില വ്യക്തികളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. ചില വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾ ഇന്നുവരെ കണ്ടുമുട്ടിയിട്ടുള്ള ചില വ്യക്തികളായിരിക്കത്തില്ല, പക്ഷേ ചില വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ പോവുകയാണ്. നോക്ക്, ഈ വിഷയത്തിൽ ആരെന്നെ സഹായിക്കും എന്ന് നിങ്ങൾ വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? ഗോഡ് ഈസ് ഗോയിങ് ടു പ്രിപ്പയർ എ പേഴ്സൺ. ചില വ്യക്തികളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ചില വ്യക്തികൾ സമയത്ത് എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. എനിക്ക് അസാധാരണമായ ചില വാതിലുകൾ ചിലരുടെ ജീവിതത്തിൽ തുറക്കുന്നത് ഞാൻ കാണുകയാണ്. ഞാൻ ഇത് കണ്ടുകൊണ്ട് എന്റെ കണ്ണിന്റെ മുമ്പിൽ ചില ഓപ്പൺ വിഷൻ ഈ പ്രഭാതത്തിൽ കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ചില വിഷനുകൾ കണ്ടു. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ചില ദർശനങ്ങൾ കാണുകയാണ്. ചില വീടുകളിൽ ഭയങ്കരമായ ഉയർച്ചകൾ വരുന്നത് നോക്ക്. ഒരു ലൈഫ് ടൈം മുഴുവൻ, ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജോലി ചെയ്ത് അധ്വാനിച്ച് നിങ്ങളുടെ കഴിവും ശ്രമവും മുഴുവൻ അതിലോട്ട് ഇട്ട് നോക്ക്, ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ ഉള്ള വലിയൊരു നിറവ് വേഗത്തിൽ ഈ ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ. ഇറ്റ് ഈസ് കോൾഡ് ഫേവർ. അതാണ് എന്റെ കർത്താവിന്റെ നിറവ്. അത് പെട്ടെന്ന് ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും. സോ യു ആർ ഗോയിങ് ടു സീ ഇറ്റ്. ഞാൻ ഇന്നൊരു ചിന്തയ്ക്കായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറ്റസ്റ്റ് ചെയ്യുന്ന ചില ദൈവവചനങ്ങളുമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമം വായിക്കുമ്പോൾ, പഴയ നിയമത്തിൽ ശൗമേലിന്റെ പുസ്തകം എന്ന് പറയുമ്പം തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ശൗമേലിന്റെ പുസ്തകം പറയുമ്പം ഇറ്റ് ഈസ് അബൌട്ട് ഡേവിഡ്, അല്ലെ? ദാവീദിനെ കുറിച്ചും ദാവീദിന്റെ തലമുറയെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും. ഇസ്രായേലിന്റെ ശക്തിയേറിയ പ്രവാചകനായിരുന്നു ശൗമേൽ, അല്ലെ? ശൗമേൽ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചാണ് ദാവീദിനെ അഭിഷേകം ചെയ്യാൻ കർത്താവ് ഉപയോഗിച്ചത്, അല്ലെ? പ്ലീസ്, എല്ലാവരും തള്ളി മാറ്റി. എനിക്ക് ഈ ദാവീദിനെ അഭിഷേകം ചെയ്തത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും തള്ളി മാറ്റി. സ്വന്തം പിതാവ് പോലും നോക്ക്, മക്കളെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ദാവീദിനെ മാറ്റി നിർത്തി. ദാവീദിനെ ആടിനെ തീറ്റാൻ കാട്ടിൽ വിട്ടിരിക്കുകയാണ്, മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തിയ ആ വ്യക്തി അവസാനം ശൗമേൽ ചോദിക്കുകയാണ്, ഇനിയും നിനക്ക് തലമുറകളുണ്ടോ? ഇനിയും നിനക്ക് മക്കളുണ്ടോ? ഇനി ഒരുവനുണ്ട്, കാട്ടിൽ കിടക്കാണ്. ഞാൻ പറഞ്ഞത്, അങ്ങനെ തള്ളപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ചിലതിനെ എന്റെ കർത്താവ് അഭിഷേകം ചെയ്ത് നിന്നെ വലുതാക്കാൻ പോവുകയാണ്. യു ആർ ഗോയിങ് ടു ബിക്കം ഹൈ. നിങ്ങളെ വലുതാക്കാൻ പോവുകയാണ്. നിങ്ങൾ പോലും വിസ്മയിക്കുന്നു, എന്റെ ജീവിതം എങ്ങനെ. നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, നോക്ക്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ പറയാം, ഒന്നിനും കുറവില്ല. എന്തൊക്കെയോ വന്ന് ചേരാൻ പോവുകയാണ്. ആരുടെയൊക്കെയോ ജീവിതത്തിൽ അതുപോലെയുള്ള ഫേവറുകൾ വരാൻ പോവുകയാണ്. ചില കിരീടങ്ങൾ വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഗോഡ് ഈസ് പ്ലേസിംഗ് എ ത്രോൺ. ചിലരുടെ തലമേൽ കിരീടം വെക്കുന്ന, ഞാൻ ദർശനം കണ്ടോണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു കിരീടം, ചില കിരീടങ്ങൾ കർത്താവ് എന്നെ ഒരു കിരീടം, ഞാൻ ദാവീദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് എന്നെ ഒരു കിരീടം കാണിക്കുന്നു. ചില കിരീടങ്ങളൊക്കെ വരാൻ പോവുകയാണ്. ചില ഓണറിംഗ് വരാൻ പോവുകയാണ്. ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ചില ഓണറിംഗ് നിങ്ങൾക്ക് വേണ്ടി വരാൻ പോവുകയാണ്. ഗോഡ് ഈസ് ഗുഡ്. നിങ്ങൾ കർത്താവിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും നിന്നത് മാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലോട്ട് കർത്താവ് നിങ്ങളെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഈ ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ there is going to be a mighty shift happening in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർന്ന പ്രതലത്തിലേക്ക് നിങ്ങളെ കയറ്റി നിർത്തുന്ന ഒരു മാസമായിരിക്കും ഓഗസ്റ്റ് മാസം. ഓഗസ്റ്റ് മാസം ഒരു എലിവേഷന്റെ മന്തായിരിക്കും. ഇറ്റ് ഈസ് എ മന്ത് ഓഫ് എലിവേഷൻ. ആരോട് പറയുകയാണ്, ഉന്നതമായ ഒരു തലത്തിലോട്ട്, ഒരു പ്രതലത്തിലോട്ട് നിങ്ങളെ ഉയർത്തുന്ന ഒരു മാസമായിരിക്കും ഓഗസ്റ്റ് മാസം. ആരുടെയൊക്കെ അവസ്ഥ ഇരുന്നെഴുന്നേൽക്കുന്നത് പോലെ മാറുന്നത് കാണുകയാണ്. പട്ടുകിടക്കുമായിരുന്നു, തകർന്നു കിടക്കുമായിരുന്നു, നഷ്ടപ്പെട്ട് കിടക്കുമായിരുന്നു, ഉടഞ്ഞു കിടക്കുമായിരുന്നു. എന്നാൽ അതിന്റെ അകത്തുനിന്ന് കുടഞ്ഞെഴുന്നേൽക്കുന്നത് പോലെ ചിലതൊക്കെ കുടഞ്ഞ് എഴുന്നേൽക്കുന്ന മാസമായിരിക്കും ഓഗസ്റ്റ് മാസം. പ്രത്യേകിച്ച് ഞാൻ സാമ്പത്തികമായ രംഗമാണ് കാണുന്നത്. സാമ്പത്തികമായി തകർന്നു കിടക്കുന്നത്, ഉടഞ്ഞു കിടക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ അതിന്റെ അകത്ത് ഒരു പുതിയ ജീവൻ വരുന്നത്, ഒരു പുതിയ ഫ്ലോ വരുന്നത്, പുതിയ ചില വഴികൾ കർത്താവ് തുറക്കുന്നത്, പുതിയ ചില കണക്ഷൻസ് ഉണ്ടാകുന്നത്.
ഉണ്ടാകുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചില ബ്രിഡ്ജിങ്ങുകൾ വരികയാണ്. ഗോഡ് ഈസ് ബ്രിഡ്ജിങ് ഇൻ സംതിങ് ഇൻ ടു യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു ബ്രിഡ്ജ് നീണ്ടു വരുന്നത് പോലെ ഗോഡ് ഈസ് ബ്രിഡ്ജിങ്. ഹി ഈസ് ഓപ്പണിംഗ് ദ ഫ്ലഡ് ഗേറ്റ്സ് ഓഫ് ഹെവൻ. ആകാശത്തിന്റെ കിളിവാതിലുകളെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ ഈ മാസം കണ്ടോണം. ഈ മാസം ചിലതൊക്കെ സംഭവിക്കും. ഈ മാസം ചില നന്മകൾ വരും. ഈ മാസം നിങ്ങൾ വിസ്മയിക്കും കേട്ടോ. ഈ മാസം നിങ്ങളുടെ ജീവിതത്തെ തന്നെ, നിങ്ങളുടെ തലമുറകളെയും നിങ്ങൾ നോക്കി വിസ്മയിക്കുന്ന മാസമായിരിക്കും ഓഗസ്റ്റ് മാസം. ഇന്ന് റിസീവ് ചെയ്യാൻ ആൾക്കാരുണ്ടോ? ഇന്ന് ആമീൻ പറയാൻ ആൾക്കാരുണ്ടോ? ഇന്ന് പിടിച്ചെടുക്കാൻ ആൾക്കാരുണ്ടോ? ദൈവവചനം ജോൺ 8 പറയുന്നത് ബലാത്കാരികൾ അവർ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ദേ വിൽ ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്. അങ്ങനെ പിടിച്ചെടുക്കാൻ ഇന്ന് റെഡി ആയിട്ടിരിക്കുന്നവരുണ്ടോ? ദ ലോർഡ് ഈസ് ബ്രിഡ്ജിങ് സംതിങ്. കർത്താവ് ചിലതൊക്കെ സ്വർഗത്തിൽ നിന്നൊരു കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. സ്വർഗത്തിൽ നിന്നൊരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. സ്വർഗീയ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ദ സൂപ്പർ നാച്ചുറൽ, ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, ദ സൂപ്പർ നാച്ചുറൽ ഇസ് ഗെറ്റിംഗ് ഓപ്പൺ റൈറ്റ് അവേ ഇൻ ദ മന്ത് ഓഫ് ഓഗസ്റ്റ്. ആരുടെയൊക്കെയോ ജീവിതത്തിലേക്ക് സൂപ്പർ നാച്ചുറൽ, നിങ്ങൾ പോലും ലോകം നോക്കി വിസ്മയിക്കും. ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഒരു വിസ്മയമായിരിക്കും. ലോകം നിങ്ങളെ നോക്കി വിസ്മയിച്ചിട്ട് പറയാൻ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ലോകം വിസ്മയിക്കുന്നത് പോലെ ഉള്ള അസാധാരണമായ ഉയർച്ച ചിലരുടെ ജീവിതത്തിലോട്ട് വരിക. ഐ എം സീയിങ് ദ ഫേവർ ഹാപ്പനിങ്. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഇതെങ്ങനെ ഇങ്ങനെ ഉയരുന്നത്, എങ്ങനെ പോകുന്നത്, അങ്ങനെ ഒരു ഉയർച്ച, അങ്ങനെ ഒരു നന്മ. ഐ സീ ഇറ്റ് ഹാപ്പനിങ്. മാറും കേട്ടോ. വീട് മാറും. നിങ്ങളുടെ തലമുറകളുടെ അവസ്ഥകൾ മാറും. ചിലതൊക്കെ കർത്താവ് കൊടഞ്ഞിടുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ മാസം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ മന്ത് ഓഫ് ഫേവേഴ്സ്. ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുന്ന മാസമായിരിക്കും. നമ്മള് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. ശൗമേലിന്റെ പുസ്തകം 1 ശൗമേൽ അതിന്റെ 17-ാം അധ്യായത്തിൽ അതിന്റെ 57, 58 വാക്യങ്ങളൊന്ന് വായിച്ചു. ദാവീദ് ഫെലിസ്തീനെ സംഗ്രഹിച്ച് മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൗലിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. ഫെലിസ്തീന്റെ തലയും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ശൗൽ അവനോട്, ബാല്യക്കാരാ, നീ ആരുടെ മകനെന്ന് ചോദിച്ചു. ഞാൻ ബെത്ലേഹേമിലെ നിന്റെ ദാസൻ ഈശായിയുടെ മകനെന്ന് ദാവീദ്. നമുക്കറിയാം, ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം ജയിച്ചു കഴിഞ്ഞ് ശൗല് തന്നോട് ചോദിക്കുകയാണ്, നീ ആരുടെ മകനാണ് എന്ന് പറഞ്ഞപ്പോൾ പറയാണ്, ഞാൻ ഈശായിയുടെ മകനാണ് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് അതിന്റെ അടുത്ത 18-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ച്. നോക്ക്, ഇവിടെ നോക്ക്, ഇത് സംസാരിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ഇവിടെ ദൈവവചനം എഴുതിക്കാൻ ജോനാഥാൻ, ശൗലിന്റെ മകനായ ജോനാഥാന്റെ മനസ്സ് ആരുടെ? ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. നമുക്ക് സ്വന്തം പ്രാണൻ. ഇവിടെ നോക്കിക്കേ, ചില ഫേവേഴ്സ് വന്ന് വീഴുന്നത് നിങ്ങൾ നോക്കിക്കോണം. സ്വന്തം പ്രാണനെ പോലെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. വായിച്ചു. ശൗല് അന്ന് അവനെ ചേർത്തുകൊണ്ടു അവന്റെ പ്രതിഭവനത്തിലേക്ക് മടങ്ങി പോകാൻ പിന്നെ അനുവദിച്ചതുമില്ല. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചുകൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. നോക്കിയ കവനന്റ് ബിറ്റ്വീൻ ദം. അവരുമായിട്ട് ഒരു സഖ്യത ചെയ്തു. അവരുടെ ഹൃദയം ഒന്നായി, അവരുടെ മനസ്സൊന്നായി. യോനാഥാന്റെ ആ മനസ്സ് ദാവീദിന്റെ മനസ്സുമായിട്ട് ക്ലോസ് നിറ്റ് ചെയ്തു. ദേ ഹാഡ് എ കവനന്റ് ബിറ്റ്വീൻ ദം. എന്നിട്ട് അവിടെ സംഭവിച്ചത് യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി എന്ന് പറഞ്ഞാൽ നോക്ക്, ഹി ഈസ് ദ പ്രിൻസ് ഓഫ് ഇസ്രയേൽ കേട്ടോ. ഇസ്രയേലിന്റെ പ്രിൻസ് ആണ്. ഞാൻ ധരിച്ചിരുന്ന വസ്ത്രം ഊരി എന്ത് ചെയ്തു? തന്റെ വസ്ത്രവും വാളും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. ഒരു രാജാവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈസ് എ പ്രിൻസ്, ആ പ്രിൻസിനെ സംബന്ധിച്ച് തനിക്ക് ഉണ്ടായിരുന്ന ആ തന്റെ രാജവസ്ത്രം, തന്റെ വാള്, തന്റെ പടയെങ്കി അതെല്ലാം എന്ത് ചെയ്തു? ദാവീദിന് ഊരി അത് കൊടുത്തു. അല്ലെ, ദാവീദിന് അത് യോനാഥാൻ ഊരി കൊടുത്തു. അതിന്റെ നോക്ക്, അതിന്റെ അവര് തമ്മിലുള്ള ആ സ്നേഹവും ആ ബന്ധവും, അത് ഇറ്റ് ഈസ്
കണ്ടിന്യൂയിങ്. അതിനുശേഷം കാലഘട്ടങ്ങൾ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം നോക്ക് 2 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 9-ാം അധ്യായത്തിൽ ഈ ദാവീദ് എന്ത് ചെയ്യുന്നുണ്ട്? ദാവീദ് ഈ യോനാഥാനെ മറക്കുന്നില്ല, ശൗലിനെ മറക്കുന്നില്ല, തന്റെ ഗ്രഹത്തോട് ചെയ്ത കവനന്റ്. അതുപോലെയാണ് കർത്താവ് നമ്മളോട് ചെയ്ത കവനന്റ് ഒരിക്കലും മറക്കത്തില്ല. ഞാൻ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി വിൽ നെവർ ഫോർഗെറ്റ് യു. ഞാൻ ഒരു കാര്യം പറയാം, ദൈവമക്കളോട് പറയാം, നിങ്ങൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കർത്താവ് നിങ്ങളെ ഹാൻഡ് പിക്ക് ചെയ്തവരാണ്. വി ആർ വൺ ഫാമിലി വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവുമായിട്ട് നമ്മൾ ഒരു കുടുംബമാണ്. ഈ പ്രഭാത ആരൊക്കെയോ മനസ്സിൽ പറയുന്നുണ്ട്, ദൈവം എന്നെ തള്ളിയോ? ദൈവം ഒരിക്കലും നിങ്ങളെ തള്ളത്തില്ല. ആര് തള്ളിയാലും, യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്, അമ്മ തന്റെ കുഞ്ഞുങ്ങളെ തള്ളിക്കളഞ്ഞാലും യേശു പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഒരിക്കലും എന്നെ കർത്താവ് തള്ളത്തില്ല, ഒരിക്കലും എന്നെ കർത്താവ് ഉപേക്ഷിക്കത്തില്ല. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്തപ്പോൾ, ചില വിഷയങ്ങളിൽ ചില ഡിലേസ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അന്നേരമാണ് ചില സമയത്ത് എന്താ കർത്താവ് കൈവിട്ടോ, എന്താ കർത്താവ് പ്രാർത്ഥനയ്ക്ക് കൺസേൺ അല്ലേ? ഇന്നലെ നമ്മൾ ചിന്തിച്ച ഡു നോട്ട് ബി ആങ്ഷ്യസ് എന്നായിരുന്നു. ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യരുത്, വിചാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണ്. ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് ഒരിക്കലും നോക്ക്, ആര് തള്ളിയാലും എന്റെ കർത്താവ് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയത്തില്ല. ദ ഫേവർ ഓഫ് ലോർഡ് ഈസ് ഓൾവേസ് അപ്പോൺ യു. നിങ്ങളുടെ മേലുണ്ട്. നോക്ക്, ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ വീടിനെ രാജാവായിരിക്കാം, അവസ്ഥ മാറിയായിരിക്കാം, പക്ഷേ ആ യോനാഥാനുമായിട്ട് അവരുടെ ഹൃദയം ഒന്നായി തീർന്നു. അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് മാറുന്നില്ല. ആ 2 ശമൂവേലിന്റെ പുസ്തകം വരുമ്പോൾ അതിന്റെ 9-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ചു. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചു? നോക്ക്, യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് എനിക്ക് ദയ വന്നത്, നോക്ക്, കാൽവറി ക്രൂശിൽ എന്റെ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തത്. അത് നോക്ക്, എന്റെ കർത്താവിന്റെ ആ സ്നേഹം എനിക്ക് ഞാൻ പറയും, ജീസസ് വാസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് മീ ഓൺ ദ ക്രോസ്. ഞാൻ കിടക്കേണ്ടതായിരുന്നു ആ ക്രൂശിൽ. ഞാൻ കിടക്കേണ്ട അവസ്ഥയിൽ എനിക്ക് പകരക്കാരനായിട്ടാണ് കർത്താവ് ആ ക്രൂശിൽ കയറിയത്. ആ ക്രൂശിൽ കയറിയത് യേശു അല്ല, എന്റെ പാപം, എന്റെ ശാപം. നോക്ക്, എനിക്ക് എന്റെ പാപം, എന്റെ ശാപം. നോക്ക്, ആ ക്രൂശിൽ കിടന്നത് എന്റെ ദാരിദ്ര്യം, അവിടെ എന്തൊക്കെയാണോ ആ ക്രൂശിൽ കർത്താവ് വഹിച്ചത്, എന്റെ മേലുണ്ടായിരുന്നതാണ് കർത്താവ് ആ ക്രൂശിൽ വഹിച്ചത്. നോക്കിക്കേ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാ സഹോദരന്മാരോടും ഒരു കാര്യം പറയാം, ജീസസ് വാസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് മീ. എനിക്ക് പകരക്കാരനായി. ഞാൻ അനുഭവിക്കേണ്ടായിരുന്നു ആ വേദന, ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നു ആ നിന്ദയും പരിഹാസവും ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നു. അതിന് പകരം ഒരുവൻ അത് അനുഭവിച്ചു, അല്ലേ? ആ കർത്താവ് അത് അനുഭവിച്ചു. എനിക്ക് പകരക്കാരനായി കർത്താവ്. ഇവിടെ നോക്ക്, ആ യോനാഥാനോട് ചെയ്ത ആ കവനന്റ് ഓർക്കുകയാണ്. ഓർത്തിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ശൗലിന്റെ ഗ്രഹത്തിൽ സീബ എന്ന പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദ് എന്ത് ചെയ്തു? ഇനി ആരെങ്കിലും ശൗലിന്റെ വീട്ടിലുണ്ടോ? ഇനി ആരെങ്കിലും ആ തലമുറയിൽ ശേഷിച്ചിട്ടുണ്ടോ എന്ന് തപ്പുവാണ്. സീബ എന്ന് പറഞ്ഞൊരു വേലക്കാരനുണ്ടായിരുന്നു. ആ സീബായെ വിളിച്ചു, നീ സീബായാണോ? നീ സീബായാണോ? എങ്കിൽ യോനാഥാന്റെ വീട്ടിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് വായിച്ചു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്. അപ്പൊ ദൈവത്തിന്റെ ദയ എവിടുന്ന് വരും? മനുഷ്യരിലൂടെ വരും. ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്, ആരോട് കാണിക്കേണ്ടതിന്? ശൗലിന്റെ കുടുംബത്തോട് ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന് ഉണ്ടെന്ന് ചോദിച്ചതിന് 2 കാലും മുടന്തനായിട്ട് യോനാഥാന്റെ ഒരു മകൻ ഉണ്ടെന്ന് സീബ രാജാവിനോട് പറഞ്ഞു. നോക്ക്, അങ്ങനെ സീബ രാജാവിനോട് നീ പറഞ്ഞു ഉടനെ സീബായോട് പറയും, നീ വേഗം ചെന്ന് എന്ത് ചെയ്യണം? അവനെ കൂട്ടിക്കൊണ്ടുവരണം. അതിന്റെ 7-ാം വാക്യത്തിലോട്ടൊന്ന് വായിച്ചേ. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, എന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ട് പറയുകയാണ്, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. എന്തൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടോ അത് മുഴുവൻ എന്ത് ചെയ്യാണ്? ഐ എം ഗിവിംഗ് യു ബാക്ക്. നീ ഇനി മുതല് ആഹാരം കഴിക്കുന്നത്, ഞാൻ മുഴുവൻ വായിക്കണ്ട ഷിന, ഇനി മുതല് ആഹാരം കഴിക്കുന്നത് ഇനി എന്റെ മേശമേൽ നിന്ന് നിനക്ക് ഇനി ഉണ്ടാകുന്നത് രാജകീയമായ ഭോജനമായിരിക്കും.
നോക്ക്, ആരുടെയൊക്കെ ജീവിതത്തിൽ there is a mighty shift happening. നോക്ക്, കാലങ്ങളായിട്ട് വഴികൾ അടഞ്ഞിരുന്നത് എൻ്റെ കർത്താവ് തുറക്കുന്നത് ഞാൻ കാണുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില ഫേവേഴ്സ് വരികയാണ്. നോക്ക്, എബ്രഹാമിനോട് ദൈവം സത്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ജെനിസിസ് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നോക്ക്, എബ്രഹാമിനോട് ചെയ്യുന്ന ഒരു വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നോക്ക്, ഗോഡ് ഈസ് ക്യാരിങ് ഇറ്റ് ഇൻ ടു ജനറേഷൻസ്. തലമുറകളിലോട്ട് അത് പോകുന്നത്. എന്റെ കർത്താവിന്റെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാക്കുണ്ടെങ്കിൽ, ദാറ്റ് വേർഡ് ഹാസ് പവർ മോർ ദാൻ എ മില്യൺ ഇയേഴ്സ്. ഒരു 10 ലക്ഷം വർഷം കഴിഞ്ഞാലും കർത്താവിന്റെ വാക്കിന്റെ ഒരു വ്യത്യാസം, അതിന്റെ ശക്തി ഒരല്പം പോലും കുറഞ്ഞ് പോകത്തില്ല. നോക്ക്, ഇവിടെ എബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ വലുതാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. തലമുറകളിലോട്ട് വരുമ്പോൾ, ജോസഫിന്റെ ജീവിതത്തിലോട്ട് വരുമ്പോൾ ജോസഫ് ഈജിപ്തിൽ ചെന്നു. ഹി വെന്റ് ത്രൂ മെനി തിങ്സ്, അല്ലെ? നമുക്ക് ആ കാര്യങ്ങളൊന്നും വിവരിക്കുന്നില്ല. ജോസഫ് പല കാര്യങ്ങളിലൂടെ കടന്നുപോയി. അവസാനം കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പം അവിടെ ഒന്ന് വായിക്കാം ഷീന, അതിന്റെ 39-ാം അധ്യായം ഒന്ന് വായിക്കാം, 21-ാം വാക്യം. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. കർത്താവ് എന്ത് ചെയ്തു? കൂടെ ഇരുന്നു. ആരോടോ ഈ പ്രഭാതത്തിൽ പറയുകയാണ്, ആരും കൂടെ ഇരുന്നില്ലേലും, നിങ്ങളുടെ ഇന്ന വിഷയത്തിൽ ആരും നിങ്ങൾക്ക് തുണ നിന്നില്ലേലും, ഒരാൾ നിങ്ങളുടെ കൂടെ കാണും. ആൻഡ് ഹിസ് നെയിം ഇസ് ജീസസ്. കർത്താവ് കൂടെ ഇരുന്നു. കാരാഗ്രഹം പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. നോക്ക്, ഒരു വ്യക്തിയോട് ഞാൻ മുമ്പേ നോക്ക്, നമ്മൾ കണ്ടു, ദാവീദിനെ ഉപയോഗിക്കുകയാണ്, ഒരു വ്യക്തിയെ ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഈ മാസം ചില വ്യക്തികളെ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കർത്താവ് പോവുകയാണ്. നോക്ക്, അവിടെ സീബായെ വിളിച്ച് ചോദിക്കുകയാണ്, ആരെങ്കിലും ഇനി അവശേഷിച്ചിട്ടുണ്ടോ? നോക്ക്, തന്റെ ജീവിതത്തിൽ ലോഡാബാറിൽ താമസിച്ചുകൊണ്ടിരുന്ന യോനാഥാന്റെ മോന്റെ മേൽ ഫേവർ വന്ന് വീണതുപോലെ നേരെ മറിച്ച് തന്റെ മൊത്തത്തിൽ തന്റെ ജീവിതം ചേഞ്ചായി. രാജകീയ ഭോജനം രാജാവിന്റെ മേശയിൽ നിന്ന് കഴിക്കുന്നു. നോക്ക്, ദാവീദിന്റെ കയ്യിൽ നിന്ന് താൻ പിടിച്ചെടുത്ത മുഴുവൻ വസ്തുക്കളും തന്റെ യോനാഥാന്റെ മോന് തിരിച്ചു കൊടുക്കുന്നു. അതുപോലെ ചില ഫേവറുകൾ നിങ്ങൾക്ക് വേണ്ടി വരികയാണ്. ആരോടോ പറയുകയാണ്, നഷ്ടപ്പെട്ട് കടന്നത്, ഇനിയും ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ കാണത്തില്ലെന്ന് വിചാരിച്ചത്, ആ നന്മ വരത്തില്ലെന്ന് വിചാരിച്ചത്, അങ്ങനെ ചില ഫേവർ ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന് ചേരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഇവിടെ നോക്കിക്കേ, ആ കർത്താവിന്റെ കരം, ആ എബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. ആ വാഗ്ദത്തം എന്റെ കർത്താവ് ഒരിക്കലും മറക്കത്തില്ല. ഗോഡ് വിൽ നെവർ മൂവ് അവേ ഫ്രം ദ പ്രോമിസ്. ആ പ്രോമിസ് എപ്പോഴും അവിടെ ഉണ്ട്. എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടോ, അത് നിശ്ചയമായിട്ടും നോക്ക്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഐ എം എ ബ്ലെസ്ഡ് പേഴ്സൺ. എത്ര പേർ ഈ രാവിലെ പറയും, ഐ എം ബ്ലെസ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്? ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഐ വിൽ ലാക്ക് നത്തിങ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നിനും കുറവ് വരത്തില്ല. എന്തൊക്കെ പ്രതികൂലം വന്നാലും, എന്തൊക്കെ പ്രശ്നം വന്നാലും, എനിക്കൊരു കാര്യം അറിയാം, അവൻ തക്ക സമയമാകുമ്പോൾ എന്നെ ഉയർത്തും. തക്ക സമയത്ത് എനിക്ക് വേണ്ടി വാതിൽ തുറക്കും. തക്ക സമയത്ത് കർത്താവ് എന്നെ ഉയർത്തും. ഒരു മനുഷ്യൻ പോലും എതിര് നിന്ന്, ഈ ലോകം മുഴുവൻ നിങ്ങളുടെ എതിര് നിന്നാലും ദൈവം നിങ്ങളെ ഉയർത്തണമെന്ന് വിചാരിച്ചാൽ ഒരു വ്യക്തിക്കും നിങ്ങളെ തടയാൻ പറ്റത്തില്ല. അതുപോലെയുള്ള ഉയർച്ച, അതുപോലെയുള്ള നന്മ ഓഗസ്റ്റ് മാസം ചിലത് കാണുന്നുണ്ട്. ഞാൻ ഉറപ്പോടെ പറയാം, ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾ ചില നന്മകൾ കാണും. നിങ്ങളുടെ വീടുകളെ, പ്രത്യേകിച്ച് തലമുറകളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തികമായ രംഗത്ത്, നിങ്ങളുടെ ആരോഗ്യത്തിൽ ചിലതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഗോയിങ് ടു അക്കംപ്ലിഷ്. കേട്ടോ, നാളുകളായി നിങ്ങൾ വെയിറ്റ് ചെയ്തത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന് ചേരുന്ന മാസമായിരിക്കും ഈ ഓഗസ്റ്റ് മാസം. റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് സ്വീകരിച്ച്. എത്ര പേർ പറയും, ഐ റിസീവ് ഇറ്റ്? അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ടൊന്ന് പറഞ്ഞേ, ഐ റിസീവ് ദാറ്റ് ബ്ലെസ്സിങ്. അതൊന്ന് വിശ്വാസത്തോടെ ഒന്ന് പിടിച്ചൊന്ന് എടുത്തേ, ഐ റിസീവ് ഇറ്റ് എന്നൊന്ന് പറഞ്ഞേ. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു അക്കംപ്ലിഷ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ണുകൊണ്ട് നിങ്ങൾ അത് കാണും. നോക്ക്, ആ കാരാഗ്രഹത്തിലായിരുന്നപ്പം തന്റെ ആ വാഗ്ദത്തം, എബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം, ലോർഡ് ഇസ് എക്സ്റ്റെൻഡഡ് ഇറ്റ്, അല്ലെ? അത് ആ വാഗ്ദത്തത്തിന്റെ വലിപ്പം നീണ്ടുവരികയാണ്, തലമുറകളിലോട്ട് നീണ്ടുവരികയാണ്. ജോസഫിന്റെ ജീവിതത്തിൽ ആ കാരാഗ്രഹത്തിൽ ഇരുന്നപ്പോൾ അവിടെ പറയുകയാണ്, ദൈവത്തിന്റെ കൈ കൂടെ ഇരുന്നു. ഒന്ന് വായിക്കാം.
എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തവണ്ണം കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നി. അപ്പൊ കർത്താവിന്റെ കൈ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ഫേവറും നമ്മുടെ മേൽ വരും. ചില മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പല പ്രാവശ്യം, ഒത്തിരി പ്രാവശ്യം. നമുക്ക് ഒരു പരിചയവും ഇല്ലാത്തവർ ചുമ്മാ കൂടെ നിന്ന് ചില കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നു. ചില സ്ഥലങ്ങളിലോട്ട് ചെല്ലുമ്പോൾ അസാധാരണമായ ചില ഫേവറുകൾ, ചില ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പരിചയം കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ ഒന്നുമല്ല, പെട്ടെന്ന് ഞാൻ ചെയ്തു തരാം, ഞാൻ എന്നാ ചെയ്തു തരണ്ടേ, അങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചോണ്ട് ഐ വിൽ ഹെൽപ്പ് യു. അതാ ദൈവത്തിന്റെ ഫേവർ. ദൈവത്തിന്റെ ഫേവർ ചില മനുഷ്യരിലൂടെ വരും. ഞാൻ കാണുക കേട്ടോ, ചിലരുടെയൊക്കെ ജീവിതത്തിലോട്ട് ഈ ഓഗസ്റ്റ് മാസം അങ്ങനെ ചില വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. അവിടെ കർത്താവിന്റെ കൈ, കർത്താവ് ജോസഫിന്റെ കൂടെ ഇരുന്നതുകൊണ്ട് കാരാഗ്രഹ പ്രമാണിയുടെ അനുകൂലത വായിച്ചോഷില്ല. 2-ാം വാക്യമാണ് 22. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ബദ്ധന്മാരെയും അവരുടെ പ്രവൃത്തിയൊക്കെയും അവൻ വിചാരകനായിരുന്നു. അവൻ കാരാഗ്രഹത്തിലെ കാര്യവിചാരകനായി തീർന്നു. യഹോവ അവനോട് കൂടെ ഇരുന്നു. യഹോവ അവനോട് കൂടെ ഇരുന്നു. അവൻ ചെയ്യുന്നതൊക്കെ സഫലമാകൊണ്ട് അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കി. കർത്താവ് അവന്റെ കൂടെ ഇരുന്നു. കർത്താവ് കൂടെ ഇരുന്നപ്പോൾ ചെയ്യുന്നൊക്കെ സഫലമായി. ആ ഫേവറാണ് ഈ ഓഗസ്റ്റിൽ കാണാൻ പോകുന്നത്. ദിസ് ഇസ് ഗോയിങ് ടു ബി ദ മന്ത് ഓഫ് ഫേവേഴ്സ്. ആരുടെയൊക്കെ ജീവിതത്തിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ മേലാത്തതുപോലെ ദൈവമഹത്വം നിറഞ്ഞിരിക്കുക, വലിയൊരു അഭിഷേകം നിറഞ്ഞിരിക്കുന്നത് ഞാൻ കാണുകയാണ്. ഒരു ബബിളിന്റെ അകത്ത് നമ്മൾ നിൽക്കുന്ന പോലെയുള്ള എന്തോ ഒരു ആവരണത്തിന്റെ അകത്ത് ഇരിക്കുന്നത് പോലെ ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. എനിക്കറിയാം കർത്താവ് തൊടുക, ചിലരെ തൊടുക, ചില വീടുകളെ കർത്താവ് തൊടുകയാണ്, ചില കുടുംബങ്ങളെ കർത്താവ് തൊടുകയാണ്, ചില അവസ്ഥകൾ എഴുന്നേൽക്കുന്ന പോലെ മാറുകയാണ്. സോ വി ആർ ഗോയിങ് ടു പ്രേ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, there will be such a mighty outpour. വലിയൊരു അഭിഷേകത്തിന്റെ പുതപ്പ്. അഭിഷേകമാണ് എല്ലാത്തിനെയും ഇൻക്രീസ് ചെയ്യുന്നത്. അഭിഷേകത്തിന്റെ പുതപ്പ് കർത്താവ് വീഴാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരു സ്ഥലത്ത് ഇറങ്ങി വരുമ്പോൾ കംപ്ലീറ്റ് ആ സിനാരിയോ മാറും. മൊത്തത്തില് വിൽ ടേൺ എവരിത്തിങ് അപ്സൈഡ് ഡൗൺ. നോക്ക്, മനുഷ്യന്റെ ഫേവർ പെന്തക്കോസ്താണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? അവിടെ 18 ഭാഷക്കാരല്ലേ ഓടിക്കൂടിയത്. സാധാരണക്കാരായ മുഖവര് അവർ ഗലീലക്കാരായ മുഖവരല്ലേ. ഇവർക്ക് എങ്ങനെയാ ഈ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ, അസാധാരണമായ ചില ജ്ഞാനങ്ങൾ, ചില ആലോചനകൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഇടാൻ പോവുകയാണ്. ചില ആലോചനകൾ, ചില ഐഡിയാസ്, ചില മുമ്പോട്ട് പോകാനുള്ള ചില മാർഗങ്ങൾ. എന്റെ ഇത് എല്ലാ വഴി അടഞ്ഞാണോ ഇരിക്കുന്നത്? ചില പുതിയത് എന്റെ കർത്താവ് തുറക്കും. മുമ്പോട്ട് പോകാനുള്ള മാർഗം വേഗത്തിൽ ചിലതൊക്കെ സംഭവിക്കാൻ പോകും. ഞാൻ മാനുഷികമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നു. ഐ എം ടോക്കിംഗ് ഫ്രം ദ സ്പിരിറ്റ്. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുക. അങ്ങനെ അനേകരെ തൊടാൻ എന്റെ കർത്താവ് ഹി വാണ്ട്സ് ടു ടച്ച് യു. ഒന്ന് പ്രാർത്ഥിച്ച് ലെറ്റ് us have a personal prayer. കർത്താവ് എന്നെ ഒന്ന് സ്പർശിക്കണം. കർത്താവിനോടൊന്ന് പറഞ്ഞ് എന്നെ ഒന്ന് തൊടണം. ഇന്ന് ആ കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു തരികയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഒരു പേഴ്സണൽ പ്രയർ ഒന്ന് പ്രാർത്ഥിച്ച് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വീക്കാണോ കർത്താവിന്റെ കരങ്ങളിലോട്ടൊന്ന് കൊടുത്ത് യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മാനുഷികമായ പല ബലഹീനതകളുമുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്പർശനം എനിക്ക് വേണം. അവിടുന്ന് എന്നെ തൊടണം. അവിടുന്ന് എന്നെ ആള് മാറ്റുന്ന പോലെ മാറ്റണം. എവിടെയൊക്കെയാണോ എന്റെ ജീവിതത്തിൽ ചേഞ്ച് ആവശ്യമുള്ളത് ആ ഭാഗങ്ങളെല്ലാം കർത്താവ് ചേഞ്ച് ചെയ്യുന്നതിനായി സ്തോത്രം.
കർത്താവെ ഒരു റിയൽ സ്പിരിച്വൽ പേഴ്സൺ എങ്ങനെയാണോ അങ്ങനെ കർത്താവ് എന്നെ ആക്കണം. ഒന്ന് പ്രാർത്ഥിച്ച് വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ഉണ്ട്. കർത്താവെ, ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ഗൈഡ് മീ ഇൻ എവരിതിങ് ഐ ഡു. ഞാൻ ചെയ്യുന്നതിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ കരം, ആത്മാവ് നടത്തുന്നവരാണ് ദൈവമക്കളെന്ന് ഞങ്ങൾ വായിക്കുന്നു. ആത്മാവിന്റെ ഒരു കരം ഞങ്ങൾ ചെയ്യുന്നതിലെല്ലാം നീണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യേണ്ട, എന്റെ കഴിവിൽ എനിക്കൊന്നും ചെയ്യേണ്ട, എന്റെ മിടുക്കൊന്നും അല്ല കാര്യം. അതൊക്കെ എല്ലാം താത്തുവെക്കുകയാണ്. കർത്താവെ, അവിടുത്തെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങൾ വായിച്ചതുപോലെ കർത്താവ് അവരുടെ കൂടെ ഇരുന്നു. കർത്താവിന്റെ ഫേവർ അവരുടെ മേലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഫേവർ ചില മനുഷ്യരെ അവർക്കായിട്ട് എഴുന്നേൽപ്പിച്ചത്. കാരാഗ്രഹ പ്രമാണി എഴുന്നേറ്റത് കാണുകയാണ്. നോക്ക്, ദാവീദ് ജോനാഥാന്റെ തലമുറയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് വേണമെങ്കിൽ തനിക്ക് മറക്കാം, അതല്ല, അതൊന്നും മറന്നില്ല. ഒന്നും മറക്കാതെ ആരൊക്കെയോ ദൈവാത്മാവിനോട് പറയുകയാണ്, ചിലതൊക്കെ മറക്കാതെ നിനക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ആരൊക്കെയോ ഓർക്കാൻ പോവുകയാണ്. ഓർത്തിരുന്ന് മനുഷ്യർ നിനക്ക് അവനെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ, അവന് വേണ്ടി ചിലത് ചെയ്തേ പറ്റത്തുള്ളൂ, അവന് വേണ്ടി എഴുന്നേറ്റ് നിന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ചില ഫേവറുകൾ വീഴുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. ഈ മാസം എല്ലാത്തിലും വർധനമുണ്ടാകട്ടെ. അവരുടെ വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭൗതികമായ തലത്തിൽ വർധനമുണ്ടാകട്ടെ. അവരുടെ സാമ്പത്തിക രംഗം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ശാരീരികമായ ബലഹീനതകളുണ്ടോ? യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗബന്ധങ്ങളും ശരീരത്തോട് ആരൊക്കെയോ ഡയബറ്റിക് ആയിരിക്കുന്നത് എന്നെ കർത്താവ് കാണിക്കുന്നു. ഡയബറ്റീസ് ഹീൽഡ് ആവും കേട്ടോ. നിങ്ങളുടെ ഡയബറ്റീസ് റിവേഴ്സ് ആവും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. കൈയൊന്ന് വെച്ച് യേശുവിന്റെ നാമത്തിൽ എന്ത് രോഗമാണോ യേശുവിന്റെ നാമത്തിൽ, ആർക്കോ സർജറി പറഞ്ഞിരിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. എന്റെ കർത്താവ് തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ സർജറി മാറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുണ്ടാകും. ആ ഡയബറ്റീസ് ഒക്കെ റിവേഴ്സ് ആ കൈ നിങ്ങളുടെ സ്വന്തം കൈ വെച്ചോ. എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ ശരീരത്തിന്റെ മേൽ ഇത് കർത്താവ് വസിക്കുന്ന പറഞ്ഞേ. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, ഇത് ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ഈ മന്ദിരത്തെ നശിപ്പിക്കാൻ നോക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു രോഗത്തിനും എന്റെ മേൽ അധികാരമില്ല. യേശുവിന്റെ നാമത്തിൽ ദാനമായി കിട്ടിയ അധികാരത്തിന്മേൽ നിന്ന് ഞാൻ അതിനെ അഴിക്കുകയാണ്. നിങ്ങളുടെ കൈ വെച്ചിട്ട് പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ ആ ഡയബറ്റീസ് ആണോ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ BP ആണോ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ ആണോ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ ഔട്ട് ഓഫ് ദിസ് ബോഡി, get out of this body. പറഞ്ഞേ, get out of this body. യേശുവിന്റെ നാമത്തിൽ ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. get out of this body. ആവശ്യമില്ലാത്ത എല്ലാ ചപ്പും ചവറും യേശുവിന്റെ നാമത്തിൽ cast it into the bin. യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ടുമാറ്. കർത്താവേ, അവിടുന്ന് സ്പർശിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മൈ ഫാദർ, താങ്ക് യു മൈ ഫാദർ, താങ്ക് യു മൈ ഫാദർ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വീടുകളെയും അനുഗ്രഹിക്കും. നന്മകളാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഷീന, എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു വാക്കവരോട്. കർത്താവ് കൂടെ ഇരിക്കും, അത്ഭുതമാക്കും. നിങ്ങളുടെ തല താണെടുത്ത് കർത്താവ് ആ തലകളെ ഉയർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ അത്ഭുതമാക്കി മാറ്റുന്ന മാസമായി തീരും. ഇവിടെ യോനാഥാന് 2 കാലും തളർന്നവനായിട്ട് അതിന്റെ മകൻ 2 ശമൂവേൽ 9:3 വാക്യത്തിൽ പറയുക, 2 കാലും മുടന്തനായിട്ട് യോനാഥാൻ ഒരു മകനുണ്ടെന്ന് സിബ പറഞ്ഞു. അതിന്റെ 11ാമത്തെ വാക്യത്തിൽ പറയുക, ആ മകന് രാജകുമാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോന്നു. അങ്ങനെ ഒരു ഉയർച്ച. രാജകുമാരന്മാരിൽ ഒരുത്തരെ പോലെ ഭക്ഷണം കഴിച്ചു. തനിക്ക് ഒന്നിന് കുറവ് വരാത്ത പോലെ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ താൻ 2 കാലും മുടന്തനായിട്ട് ആരും അറിയപ്പെടാതെ ഒരു വീട്ടിൽ എല്ലാരാലും ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ഒരു വ്യക്തിയാ. പക്ഷെ ദാവീദ് അവനെ ഉയർത്തി. ഒരു മനുഷ്യനിലൂടെ ഒരു ഫേവർ വന്നാൽ രാജപദവിയിലേക്ക്, ആ രാജകുമാരനെ പോൽ അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ തല താണിരുന്നവരായിരിക്കാം. പക്ഷെ ഒരു ഫേവർ കടന്നു വന്ന ഒരു മനുഷ്യനിലൂടെ, നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളിലൂടെ ആയിരിക്കും, നിങ്ങൾ അറിയാൻ മേലാത്തവരുടെ ആയിരിക്കും, നിങ്ങൾക്കൊരു ഫേവർ കടന്നു വന്ന് നിങ്ങളെ ആർക്കും താഴ്ത്താൻ പറ്റാത്ത ഒരു സ്ഥലത്തിലേക്ക് നിങ്ങളെ ഉയർത്താൻ പോവുക. ഇത് നോക്ക്, ദൈവത്തിന്റെ വചനം എപ്പോഴും
പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം ഒരുപോലെയാണ്. സോ ഇന്ന് ഞാൻ പറഞ്ഞ ആ വചനം തന്നെ ഷീന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു രാജപദവിയിലോട്ട് അത് ദാറ്റ്സ് എ മൈറ്റി ഷിഫ്റ്റ്. ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ഒരു ദർശനം കണ്ടു. ഒരു വലിയ വയല്, അതിന്റെ അകത്ത് കതിരെല്ലാം താന്ന് കിടക്കുക, ഇങ്ങനെ ചാഞ്ഞ് കാറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുക. പക്ഷെ ഒരു ഭയങ്കര ഒരു മഴയത്ത് ചാഞ്ഞതുപോലെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതങ്ങോട്ട് മാറി മാനം തെളിഞ്ഞൊരു കാറ്റ് വീശിയപ്പോൾ അതെല്ലാം നിവർന്ന് വന്നു. അതുപോലെ ഇതുപോലെ ഒരു രാജകീയ സ്ഥാനത്തേക്ക് ആർക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ഒന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് പറയും. So God bless you, God bless you. God. So this month is the month of favor. ഈ മാസം ഫേവറുകളുടെ മാസമാണ്. എൻജോയ്. കർത്താവിന്റെ കൂടെ നടന്നോണം. എവിടെയെങ്കിലും ബലഹീനതയും വീക്ക്നെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവിനോട് ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിച്ചു. നോക്ക്, കർത്താവ് ആരോട് ഹൃദയത്തിൽ ഭാരവും ഒന്നും വേണ്ട. അവര് ചെയ്തു, ഇവര് പോട്ടെ. ചിലതൊക്കെ വിട്ടുകൊടുത്തേ സഹോദരങ്ങൾക്കാണ്, അവര് കൊണ്ടുപോട്ടെ. ചിലരൊക്കെ പറയുന്ന എന്റെ സഹോദരങ്ങൾ എന്നെ കളിപ്പിച്ചു. സാരമില്ല, നിങ്ങൾക്കൊരു ഫേവർ വരുന്നുണ്ട്. അത് സ്വർഗത്തിൽ നിന്നുള്ള ഫേവർ ആവുമ്പോ ആർക്കും അതിനെ തകർക്കാം. സഹോദരൻ തന്നാ ദൈവം തരുന്ന അത്ര ആവൂ. ഒരു 2 സെന്റ് പോട്ടെ. എന്നാലും ആരാണ് പറഞ്ഞത് 150 ഏക്കറുള്ള ഒരാള് 5 സെന്റ് സ്ഥലത്തിന് വേണ്ടി 150 ഏക്കറുണ്ട് പുള്ളിക്ക്. തന്റെ സഹോദരനുമായിട്ട് ഭയങ്കര കേസ് കണക്ക 5 സെന്റ് സ്ഥലത്തിന്. ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഹാവ്. സ്വർഗല്ലേ ഈ 2 സെന്റ് പോയിട്ട് സെന്റ് കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. ഞാൻ പലപ്പോഴും പറയും, ഈ കണ്ണാടി പോലും പിള്ളേർ പറയും, അയ്യോ അച്ചാച്ചന്റെ കണ്ണാടിയാ. മൂത്ത മോട് പറയും, ഇത് എനിക്ക് വേണം കേട്ടോ. ഇതുപോലും തന്നു വിടത്തില്ല. ഈ ലോകം നമുക്കൊന്നും ഇവിടുന്ന് തന്നു വിടത്തില്ല. സോ എന്തിനു വേണ്ടി ഇതിനെയൊക്കെ മുറുകെ പിടിക്കുന്നത്? കർത്താവിനെ അങ്ങ് മുറുകെ പിടിച്ച് എല്ലാരോടും സമാധാനം നഷ്ടപ്പെടുത്തി. നിങ്ങൾ എന്തെങ്കിലും വിട്ടുകൊടുത്താൽ അതിന്റെ 10 മരുന്ന് ഇരട്ടിയായിട്ട് നിങ്ങൾ ഹൃദയത്തോടെ അങ്ങ് വിട്ടുകൊടുത്തേക്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇരട്ടി മാന്യതയുള്ള ആ രാജകീയ സ്ഥാനത്തേക്ക് കർത്താവ് എടുത്ത് ഉയർത്തി മാനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അത്ഭുതം ആക്കുമെന്ന്. സോ ഗോഡ് ബ്ലെസ് യു. വി ലവ് യു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഷെയർ ദ വീഡിയോ ഓൾസോ. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ഫോർ മെനി പീപ്പിൾ. ഗോഡ് ബ്ലെസ് യു.